മഴക്കാലത്ത് വില കൂടാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് സെക്ടേഴ്സ് ഞാൻ മെൻഷൻ ചെയ്യാം. അഗ്രികൾച്ചർ, അതിനോടനുബന്ധിച്ച ഇൻഡസ്ട്രീസ്, FMCG, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. എന്തുകൊണ്ടാണ് ഈ മൺസൂൺ സീസണിൽ ഈ സെക്ടർ ഫോക്കസ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ? നല്ല രീതിയിൽ റെയിൻഫോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂട്ടും. അതെന്ത് ചെയ്യും? റൂറൽ ഇൻകം, അവരുടെ സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകത്തെ കൂട്ടും. അതേപോലെ തന്നെ അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കും കൺസപ്ഷനിലേക്കും വരും. അപ്പോൾ ഇത്തരത്തിലൊരു ബൂസ്റ്റ് കിട്ടുന്ന സമയത്ത് ഈ ഒരു സെക്ടറിലൊക്കെ ഞാൻ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടറും അതിനോടനുബന്ധിച്ചും അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ഫണ്ട് പമ്പിങ് നടക്കും. അതേപോലെ തന്നെ FMCGയിലും നടക്കും, ഓട്ടോ സെക്ടറിലും നടക്കും. സോ സ്പെസിഫിക്കലി ഏതെങ്കിലും സെക്ടറിൽ വാച്ച് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു സെക്ടറാണ് ഫെർട്ടിലൈസേഴ്സും അതേപോലെ പെസ്റ്റിസൈഡ്സ്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ കെമിക്കൽ സെക്ടർ, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ NFL, RCF, അതേപോലെ ഫാക്ട്, ചാമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി ഇന്ന് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ബ്രേക്ക് ഔട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫർദർ എന്ത് ചെയ്യാം, ഈ ഒരു വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ ഒക്കെ നല്ല മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്.